നമ്മൾ വ്ളോഗ് ചെയ്യാനാണെങ്കിലും ഫോൺ തട്ടിപ്പറിച്ചു പോകുന്നുള്ള പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. പോവാണെങ്കിൽ അല്ലെങ്കിൽ അടിക്കുവാണെങ്കിൽ അതൊന്നും നല്ല ഇതുണ്ട്. സബീസുകളുടെ പുതിയ വീഡിയോയിലുണ്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഷെഫീൽഡ് ടു മാഞ്ചസ്റ്റർ ഒരു ട്രെയിൻ ജേണിയല്ല, നമ്മൾ മാഞ്ചസ്റ്ററിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പം ഇതൊരു 4 എപ്പിസോഡാണ്. അതിൽ ജോബ് കിട്ടിയവർക്കിടയ്ക്കും വീഡിയോ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ എന്താണെങ്കിലും വീഡിയോ തീർച്ചയായിട്ടും കാണണം. നമുക്കിത് പ്ലാറ്റ്ഫോം 7ലാണ് നമ്മുടെ വണ്ടി വന്ന. ഇതാണ് കേട്ടോ UK റെയിൽവേ സ്റ്റേഷനും കാര്യങ്ങളും. പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നിങ്ങൾക്ക് ഈ ഫ്ലോർ നോക്കിയാൽ അറിയാം. കണ്ടോ, അടിപൊളിയല്ലേ നോക്കി ഇതിൻ്റെ ഫ്ലോറ്. നമ്മൾ പോകേണ്ട മാഞ്ചസ്റ്റർ പിക്കാഡലി ഓൺ ടൈമിലുണ്ട്. 8:14 അതേ ഈ വന്ന ട്രെയിനാണെന്നാണ് എനിക്ക് തോന്നണത്. ഓക്കെ, അതെ ഈ വന്ന മുതലാണ് നമ്മൾ മാഞ്ചസ്റ്റർ പോകണം. ഓക്കെ, ഇനി നമ്മൾ ട്രെയിനിലോട്ട് കയറുവാണ്. ഓക്കെ, ഇതുവരെയായിട്ട് അമ്മമാരെ എത്തിയിട്ടില്ല. ഇനിയുണ്ട്. നമ്മൾ 8:14 ഇപ്പം 8:08 ഫോൺ തട്ടിപ്പറിച്ചോണ്ട് പോകൂടാ. എങ്ങനെയുണ്ട് രാവിലെ നൈറ്റ് ലൈഫ് മാഞ്ചസ്റ്ററിലാ? എന്നാലും സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? നമ്മളിപ്പോൾ റിയൽ ആയിട്ട് ഇപ്പം രാത്രി എൻ്റെ വാച്ചിൽ നോക്കിയാലും രാത്രി 1 മണിയാണ്. ഇതിപ്പം രാത്രി 1 മണി ഞങ്ങൾ മാഞ്ചസ്റ്ററിൽ നിൽക്കുവാണ്. നമ്മൾ വ്ളോഗ് ചെയ്യാനാണെങ്കിലും ഫോൺ തട്ടിപ്പറിച്ചു പോകുന്നുള്ള പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ശരിക്കും പേഴ്സണലി എങ്ങനെയുണ്ട് മാഞ്ചസ്റ്റർ നൈറ്റ് ലൈഫ്? പേഴ്സണലി മാഞ്ചസ്റ്റർ കുഴപ്പമൊന്നുമില്ല, സേഫാണ്. ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല രീതിയിൽ പോകുന്നു. റാമിക്ക് നമുക്ക് എത്ര മണി വരെ ഉണ്ട്? ഇപ്പൊ സമയം 1 മണിയായി. 12 മണി കഴിഞ്ഞുള്ളൂ. 1 മണി 12:30. ബസ് സിസ്റ്റം എല്ലാം അങ്ങനെ തന്നെയാണ്. ബസ് ഏകദേശം ബസ് കുറെ സ്ഥലത്ത് ഓൾഡ് ടൈമിലോട്ടൊക്കെ 11:30 11:45 പിന്നെ ലിവിങ് എക്സ്പെൻസ് ഒരു നൈറ്റിൽ നമ്മൾ ഇറങ്ങി കഴിഞ്ഞാൽ ഉള്ള ഒരു ചെലവും കാര്യങ്ങളൊക്കെയാണ്. നൈറ്റ് അത് ഡിപ്പെൻസ് ഓൺ നമ്മൾ എവിടെയാ പോകുന്നെന്നുള്ളത്. ഇപ്പൊ നമ്മൾ ശരിക്കുള്ള സിറ്റി സെന്ററിൽ മാഞ്ചസ്റ്ററിന്റെ ഒറിജിനൽ സിറ്റി. അപ്പൊ ഇവിടുത്തെ ഒരു എക്സ്പെൻസ് എങ്ങനെയാണ്? ഇവിടെ എക്സ്പെൻസ് നമ്മളിപ്പോ എന്താ പറയാ, പബ് ഇപ്പൊ നമ്മള് പ്രീ ഡ്രിങ്ക് ചെയ്തിട്ട് പോവാണെങ്കിൽ അല്ലെങ്കിൽ അടിക്കുവാണെങ്കിൽ അതൊന്നും നല്ല ഇതുണ്ട്. പിന്നെ അല്ലാണ്ടുള്ള ഫുഡൊക്കെ ചീപ്പായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മള് കയറാൻ പോകുന്ന നമ്മളപ്പോ ഷവർമ കഴിക്കാൻ കയറും കേട്ടോ. ഇപ്പൊ നമ്മള് മാഞ്ചസ്റ്ററിൽ നമ്മൾ ഷവർമ കഴിക്കാൻ കയറിയതാണ്. ഇപ്പോൾ ഇവിടുത്തെ ഷവർമയുടെ റേറ്റ് ഒക്കെ നോക്കുവാണെങ്കിൽ 6 പൗണ്ട്. നമ്മുടെ നാട്ടിൽ 600 രൂപ. പിന്നെ പെപ്സി ആണെങ്കിലും 1 പൗണ്ട് 100 രൂപ. ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. നമുക്കിപ്പം ഷെഫീൽഡിലാണെങ്കിലും ഷവർമ ഏകദേശം 4 പൗണ്ട്, ഇവിടെ എത്തിയപ്പോൾ 6 പൗണ്ട്. അത് കൂടുതലാണെന്നല്ല ഞാൻ പറയണത്. ഒരേ ടൗൺ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും ഒരേ പ്രൊഡക്റ്റിൻ്റെ വില. ഇപ്പം നമുക്ക് ബർമിംഗ്ഹാം പോയി കഴിഞ്ഞാൽ 3 പൗണ്ടിന് ഷവർമ ഇടുന്ന കടയുണ്ട്.